വളം കൊടുക്കുമ്പം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. എല്ലാം കൂടെ ഒരുമിച്ച് അപ്പം നമ്മൾ ചിലരിപ്പം തൊഴിലാളികളെ കിട്ടാൻ ഒരു ചെടിയിലോട്ട് എത്ര പ്രാവശ്യം നമ്മൾ പോകേണ്ടി വരും? അല്ല, അന്നേരം വേറൊരു കാര്യമുണ്ട്. നമ്മൾ അങ്ങനെ പോകേണ്ടി വന്നാൽ പോലും നമ്മൾ കൊടുക്കുന്ന വളം എന്ന് പറഞ്ഞാൽ ഈ ചെടികൾ കൂടി വന്നാൽ ഒരു മാസത്തിൽ കൂടുതൽ വലിക്കില്ല. അത് റംബുട്ടാന്റെ ഫ്രൂണിങ് കഴിഞ്ഞിട്ടുള്ള ഒരു വർഷത്തെ വളപ്രയോഗം ഒന്ന് പറഞ്ഞു തരാമോ? പ്രൂണിങ് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുമ്മായം അല്ല ഡോളാമേറ്റ് pH കൺട്രോൾ ചെയ്യാനുള്ള ഒത്തിരി ഉപാധികളുണ്ട്. അത് നമ്മൾ നന്നായിട്ട് കൊടുക്കുന്നു. അത് ശേഷം ഒരു 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ NPK അത് 1 കിലോ എങ്കിലും വേണം. ഡോളാമേറ്റോ കുമ്മായാണ് അത്ര തന്നെ വേണ്ട. അത് 1 കിലോ എങ്കിലും മിനിമം ഒരു ചെടിക്ക് അതിന്റെ പ്ലാറ്റ്ഫോമിൽ നന്നായിട്ട് വീഴുന്ന രീതിയിൽ വേണം. കൂടിയാലും കാൽഷ്യം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് കൺട്രോൾ 15 ദിവസത്തേക്കെങ്കിലും നമ്മൾ ഇട്ടച്ച് നമ്മൾ ചെയ്യുന്ന ജൈവ വളങ്ങളും ഓർഗാനിക് ആയിട്ടുള്ള ജൈവ വളങ്ങളും ചാണകപ്പൊടി അതുപോലെ അതുപോലെയുള്ള സമയം കൊടുക്കേണ്ട സമയമാണത്. അത് കഴിഞ്ഞ് നമുക്ക് ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് രാസവളം ചേർക്കും. NPK നമ്മൾ പല രീതിയിൽ 18 വേണ്ടായിരിക്കും, അല്ലെ യൂറിയയും പൊട്ടാഷ്യം മിക്സ് ചെയ്തായിരിക്കും കൊടുക്കുന്നത്. അതെന്തൊരു അത് സാധാരണഗതിയിൽ 18 വേണ്ടൊക്കെ ആണെങ്കിൽ 1/2 കിലോയുടെ മുകളിൽ കൊടുക്കണം. ഒരു 3/4 കിലോ വരെ. എത്ര വർഷം പ്രായം ഇടിക്കും? ഒരു 10 വർഷത്തിന് മുകളിൽ പ്രായം. ചെറിയ ചെടികൾക്ക് അനുസരിച്ച് നമുക്ക് കൊടുത്താൽ മതി. ഞാനിപ്പോ എന്താ വെച്ചാൽ ഇത് പറയുമ്പോഴത്തേക്കും ഓരോ ചെടി, ഞാൻ ഈ ചെടിയുടെ കാര്യമാണ് പറഞ്ഞു. ഇതൊക്കെ 1/2 കിലോയുടെ മുകളിൽ കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് അവിടെ ഇട്ടേക്കുക. അത് കഴിഞ്ഞേച്ച് മഴ കുറയുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മൾ പൂപ്പിക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. ആദ്യം നമ്മൾ SOP സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. സൾഫേറ്റ് പൊട്ടാഷിന്റെ ഒരു സ്പ്രേ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ചോട്ടിൽ അതുപോലെ പൊട്ടാഷ് കൊടുക്കാം. MOP ചോട്ടില് മഴ നിന്നിട്ട് ചോട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മഴ നിൽക്കുന്നില്ല. മഴ നിൽക്കുന്നതിന് മുമ്പ് മഴ കുറയുമ്പോൾ തന്നെ നമ്മൾ MOP കൊടുക്കുന്നു. അല്ലെങ്കിൽ മസൂറി ഫോസ്ഫേറ്റ് ആയിട്ട് 2 സാധനം കൊടുക്കുന്നു. അത് മാത്രം കൊടുത്താൽ മതി. അത് പിന്നെ അല്ലെ അതിന് ഏറ്റവും ഞാൻ ചെയ്യുന്ന സാധാരണ DAP ആണ് കൊടുക്കുന്നത്. DAP ഡൈഅമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് നൈട്രജൻ കുറവാണ്. DAP റൗണ്ട് കൊടുക്കുന്നു. അതൊരു 3/4 കിലോ എങ്കിലും കൊടുക്കും ഒരു ചെടിക്ക്. ഈ 10 വർഷം പ്രായമുള്ള ചെടിക്ക്. അതെ, 10 വർഷം പ്രായമുള്ള DAP കൊടുക്കും. അതിനുശേഷം നമ്മൾ സ്പ്രേ ആയിട്ട് അതിന് ഫ്ലവറിങ്ങിന് വേണ്ടി തയ്യാറാൻ വേണ്ടിയുള്ള നൈട്രജൻ കട്ട് ചെയ്തിട്ടുള്ള വളങ്ങൾ MKP ഞാൻ കാണിച്ചു തരാം. ഇത് യാറയുടെ MKP എന്ന് പറയുന്ന സാധനമാണ്. MKP ഇതിനകത്ത് ശരിക്കും പറയാം എന്തൊക്കെയുള്ളത്? ഇതിന്റെ അകത്ത് ഫോസ്ഫറസും പൊട്ടാഷും ഉണ്ട്. ഇതിന്റെ കൂടുതൽ ഫോസ്ഫറസും നൈട്രജൻ ഇല്ല. അപ്പം അത് ഇതെങ്ങനെയാ കൊടുക്കുന്നത്? ഇത് 5 ഗ്രാം പെർ ലിറ്റർ. 5 ഗ്രാം 1 ലിറ്റർ ഉള്ളത്. അത് പല കമ്പനികളിലും പല രീതിയിലുണ്ട്. അത് നമുക്ക് എങ്ങനെ കൊടുക്കാം. അതിന് ഇപ്പോൾ നല്ലൊരു ഉപാധിയാണ് ബ്ലൂം മാജിക് എന്ന സാധനം. വാട്ടർ സൊല്യൂബിൾ മിക്സറാണ്. ഇതിന്റെ അകത്ത് കാൽഷ്യം ഉണ്ട്. അതുപോലെയുള്ള വേറെ കുറെ കണ്ടന്റും കൂടെ ഉണ്ട്. ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഇതൊക്കെ എന്ത് വില വരുന്നത് ഒരു പാക്കറ്റിനൊക്കെ? ഇതിന് നമ്മുടെ ഒരു കൺസൾട്ടന്റ് ആയിട്ട് രാധാകൃഷ്ണൻ ഞാൻ വിളിക്കാം. രാധാകൃഷ്ണൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു തരും. രാധാകൃഷ്ണൻ ഒന്ന് പറയാം. എന്റെ പേര് രാധാകൃഷ്ണൻ എന്നാണ്. ഞാൻ ഇത് ഉണ്ണിക്കുഞ്ഞിന്റെ ഒരു സുഹൃത്ത്. നേരത്തെ മുതൽ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അതിനുശേഷം ഞാൻ ഈ ഫീൽഡിലോട്ട് വന്നു കഴിഞ്ഞപ്പം ഉണ്ണിക്കുഞ്ഞ് വളരെ കാര്യമായിട്ട് തന്നെ നമുക്കിതിനെ കൃഷിയും കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ അറിവുകളും അദ്ദേഹമായിട്ട് പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പല ഐഡിയാസും നല്ലതാണെന്ന് തോന്നിയിട്ട് അദ്ദേഹം അത് ഏറ്റെടുക്കുകയും നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുകയും ചെയ്തു. ഞങ്ങൾ ഒരു ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ pH കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം മഴക്കാല സമയത്ത് നമുക്കിപ്പം മഴ മാത്രമല്ല അമിതമായ ചൂടും മണ്ണിലെ pH-നെ കുറയ്ക്കുന്നുണ്ട്. അപ്പൊ pH-നെ കുറയ്ക്കുന്നുണ്ട്. ചൂടും നമ്മുടെ pH-നെ കുറയ്ക്കുക മാത്രമല്ല മണ്ണിലുള്ള ജീവാണുക്കളുടെ നാശത്തിനും അത് കാരണമാകുന്നുണ്ട്. അപ്പൊ അങ്ങനെ അമിതമായ ചൂടും അമിതമായ അതിവർഷവും എല്ലാം ഇതൊക്കെ നമുക്ക് pH-നെ ബാധിക്കുന്നുണ്ട്. അപ്പൊ pH കുറയുമ്പോൾ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊഴിച്ചിലുണ്ടാകും. നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ ചെടികൾ എടുക്കില്ല. അപ്പൊ ഈ സമയത്ത് നമ്മൾ pH യഥാർത്ഥത്തിൽ ഇപ്പം ഞങ്ങൾ പല കൺസൾട്ടന്റുകളും അല്ലെ പല സയന്റിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ കേരളത്തിലെ മണ്ണിൽ വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും pH-ന് കൊടുക്കണമെന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ കാലാവസ്ഥ അതുപോലെ മാറിപ്പോയി. പണ്ടൊക്കെ ചെറിയ ഇവിടെ ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-ന് താഴെയൊക്കെ കാണുള്ളൂ. പക്ഷെ നമ്മൾ എപ്പോഴും ഒരു 6.5, 7-ൽ നമ്മൾ നിർത്തിയാൽ മാത്രമേ ഉള്ളൂ നമുക്കിത് ശരിയായ രീതിയിൽ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ നമ്മള് pH പരിശോധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് മിഷനൊക്കെ ഞങ്ങൾ ചെയ്യുമായിരുന്നു. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ രീതിയിൽ ഇത് പരിശോധിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം നമ്മുടെ മണ്ണില് കുത്തിയൊലിച്ചുള്ള മഴയാണ്. ആ മഴയത്ത് ഈ മേൽമണ്ണിന്റെ അകത്തൊരു 10-60 സെന്റിമീറ്റർ അല്ലെങ്കിൽ ഒരടിക്കൊക്കെ ഈ pH നിൽക്കുകയുള്ളൂ. അപ്പൊ ഈ മേൽമണ്ണ് ഒലിച്ചു പോകും തോറും pH നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക.
അതുകൊണ്ടാണ് നമ്മൾ പഴയ കാലത്ത് pH അൾഗിലായാലും കൃഷിയാണല്ലോ. അല്ല അധികം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ പഴയ കാലത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണെന്ന് പറഞ്ഞാൽ നല്ല മണ്ണായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ കുമ്മായ പ്രയോഗം കൊണ്ടും വളരെ ഇതുകൊണ്ട് തന്നെ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാമായിരുന്നു. പക്ഷെ ഇപ്പം രീതി മാറി, നമ്മുടെ കാലാവസ്ഥ മാറി, മഴയുടെ ഈ മഴത്തുള്ളികൾ വളരെ ശക്തിയായിട്ടാണ് മണ്ണിലേക്ക്. അമിതമായ രാസവള പ്രയോഗം കൊണ്ട് നമുക്ക് pH വരുന്നുണ്ട്, pH അസിഡിക്കാവുക. പിന്നെ അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പം നമുക്ക് pH-ന് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയാൽ നമുക്കൊരു 30% വളപ്രയോഗത്തിൽ നമുക്ക് കുറവ് വരുത്താൻ പറ്റും. നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ ചെടികൾ വലിച്ചെടുക്കും. പിന്നെ കാൽഷ്യം എന്ന് പറഞ്ഞ ഒരു മെയിൻ ആയിട്ടുള്ള ഇതാണ്. കാരണം ചെടികളുടെ പ്രതിരോധ ശക്തിക്കും എല്ലാത്തിനും അത്യാവശ്യമാണ്. അതുപോലെ മഗ്നീഷ്യം അത്യാവശ്യമാണ്. മഗ്നീഷ്യമാണ് ഇലകൾക്ക് പച്ചപ്പ് കൊടുക്കുന്നത്, നമുക്ക് ഫോട്ടോസിന്തസിനെ സഹായിക്കുന്നത്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽഷ്യം ചെടികൾ മണ്ണിൽ നിന്ന് എടുക്കണമെങ്കിൽ മഗ്നീഷ്യത്തിന്റെ സപ്പോർട്ട് വേണം, മഗ്നീഷ്യം എടുക്കണമെന്നുണ്ടെങ്കിൽ കാൽഷ്യത്തിന്റെ സപ്പോർട്ട് വേണം. അപ്പൊ നമ്മളിപ്പം വളരെ കുറഞ്ഞ രീതിയിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ കാൽഷ്യം മാത്രമേ ഉള്ളെങ്കിൽ ആ കാൽഷ്യത്തിന് ചെടികൾക്ക് എടുക്കാൻ പറ്റിയല്ല, മഗ്നീഷ്യത്തിന്റെ ഒരു സപ്പോർട്ട് വേണം. അപ്പൊ അതുകൊണ്ട് ഉണ്ണിക്കുഞ്ഞിനെ ഞങ്ങൾ വന്ന് കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ചെയ്ത് തുടങ്ങിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ pH-നുള്ള ഇപ്പം തന്നെ നമ്മൾ pH-ന് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ കൊടുക്കുന്ന മീൻ ശക്തി എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്. അത് IIT കാൺപൂരിന്റെ ഒരു ഇന്നോവേഷൻ ആണ്. അതിന്റെ അകത്ത് 58% കാൽഷ്യവും 28% മഗ്നീഷ്യം ഉണ്ട്. പിന്നെ അത് പ്യുവർ ഡോളോമൈറ്റിന്റെ അകത്ത് പ്യൂരിഫൈഡ് ഇതാണ്. അത് ഇന്ത്യയിൽ ഒരു കമ്പനിയെ ഉണ്ടാക്കുന്നുള്ളൂ. വളരെ റിസൾട്ടാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് അത് 600 രൂപയാണ് ഒരു 25 കിലോയ്ക്ക് വരുന്നത്. ഏറ്റവും വലിയ ചെടിക്ക് ഒരു 15 വർഷം 20 വർഷമായി ചെടിക്ക് പോലും 600 ഗ്രാം അത് മതി. പിന്നെ 500. സാധാരണയായിട്ടുള്ള ഇത്തരം ചെടികൾക്കൊക്കെ നമുക്കൊരു 400 ഗ്രാമിന്റെ ആവശ്യമുള്ളൂ. പിന്നെ ഗ്രാനുൾ ഫോമില്ല. ഗ്രാനുൾ ഫോം നമുക്കത് കർഷകർക്ക് അത് വെതറി ഇട്ട് കൊടുക്കാൻ സൗകര്യമുണ്ട്. മണ്ണിലത് തറച്ചു കിടക്കും. അപ്പൊ സ്ലോ ആയിട്ട് ഇത് ഇറങ്ങി കഴിഞ്ഞു. ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ട് പല കർഷകരിലേക്കും അത് എത്തിയിട്ടില്ല. പക്ഷെ ഉണ്ണിക്കുഞ്ഞ് അതാണിപ്പോ അത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓർഗാനിക് മാറ്റർ എപ്പോഴും മണ്ണിൽ വേണം. ഏത് കൃഷിക്കും ഓർഗാനിക് മാറ്റർ വേണം. അപ്പൊ നമ്മൾ pH-ന് കൊടുത്തു കഴിഞ്ഞാൽ അന്നേരം പിന്നെ കൊടുക്കുന്നത് ഒന്നല്ലെങ്കിൽ ആട്ടിൻകാഷ്ടം കൊടുക്കും, ഇല്ലെങ്കിൽ ചാണകപ്പൊടി കൊടുക്കും, ഇതെല്ലാം കൊടുക്കും. കാര്യം കോഴിവളം പലരും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ കോഴിവളം എന്ന് പറഞ്ഞാൽ കമ്പോസ്റ്റ് ചെയ്ത് ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് കൊണ്ടിട്ട് കഴിയുമ്പോൾ മണ്ണിന്റെ പിന്നെ ആ ഘടനയിലൊക്കെ മാറ്റങ്ങളുണ്ടാകും. പിന്നീട് നമ്മൾ കൊടുക്കുന്നത് NPK ആണ് കൊടുക്കുന്നത്. NPK എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നത് ഒരു വലാഗ്രോ എന്ന് പറയുന്ന ഇറ്റാലിയൻ പിന്നെ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടാണ്. അത് 20-20-20 ആണ്. കാരണം നമ്മളിപ്പം 18 19 കൊടുക്കുന്നതിനേക്കാൾ പ്ലസ് ബോറോൺ ആണ് അതിന്റെ അകത്ത് വരുന്നത്. തോട്ടിൽ ഒഴിച്ചു കൊടുക്കുക, കലക്കി ഒഴിക്കുക. ഇലയിൽ അടിക്കേണ്ട. മറ്റേത് നമ്മൾ ഫാക്ടംബോസ് പോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നമുക്കൊരു കിലോയ്ക്ക് അത് 200 ലിറ്റർ വെള്ളത്തിൽ കലക്കുന്നതിന് നമുക്കൊരു 400 രൂപയെ വരുന്നുള്ളൂ. 200 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് കലക്കി കഴിഞ്ഞാൽ ഒരു 5 ലിറ്ററിൽ കൂടുതൽ നമുക്കത് ഉപയോഗിക്കാം. കാരണം അത് 20-20-20 എന്ന് പറഞ്ഞാണ് വരുന്നത്. അതിൻ്റെ അകത്ത് പ്ലസ് ബോറോണും ചേർത്താണ് വരുന്നത്. പിന്നെ അത് നമുക്ക് ക്വാളിറ്റി പ്രോഡക്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ചെടികൾ വലിച്ചെടുക്കും. അതേസമയം നമ്മൾ ഫാക്ടംബോസ് പോലെ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വെതറി ഇട്ട് കഴിയുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ മഴ പെയ്യുമ്പോൾ കുറച്ച് ഒലിച്ചു പോകും, കുറെ എവാപറേറ്റ് ചെയ്ത് പോകും. അപ്പൊ നമ്മൾ ഇട്ട് കൊടുക്കുന്നതിൻ്റെ അകത്ത് 10-25% ആ ചെടികൾക്ക് കിട്ടുന്നുള്ളൂ. പിന്നെ നമുക്കൊരു തൃപ്തി പറക്കി പറയാൻ നമ്മളിത് ഇത്രയും ഇട്ടെന്നല്ലാതെ കിട്ടില്ല. അപ്പൊ ആ ബോറോണും കൂടെ ചെന്ന് കഴിയുമ്പോഴാണ് ബോറോണിന്റെ ഏത് സമയത്ത് മഴയുള്ളപ്പോഴാണ് നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാൽ പ്രൂണിങ് കഴിഞ്ഞ് നമ്മൾ ആട്ടിൻകാഷ്ടോ അല്ലെങ്കിൽ ചാണകപ്പൊടി ഇട്ട് കഴിയുമ്പോൾ തന്നെ ആ സമയം നമുക്ക് ഡിസംബറിനുള്ളിൽ നമ്മൾ എല്ലാ വളപ്രയോഗങ്ങളും ഇതിനുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുക ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കൊടുക്കുന്നത് അത് നമുക്കത് ഒരു കിലോയ്ക്ക് നമുക്ക് 400 രൂപയാണ് വരുന്നത്. ഒരു കിലോ. അന്നേരം 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ 5 ലിറ്റർ നമുക്ക് ചോട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മൾ എപ്പോഴും ആ കൂട്ടത്തിലൊക്കെ ഇപ്പം നമ്മൾ സീവീഡ് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു സീവീഡ് ഒരു 100-200 ഗ്രാം, ഹുമിക്ക്, അതുപോലെ തന്നെ ഫൾവിക്ക്, ഇതൊക്കെ വളരെ ചെറിയ വിലകൾ നമുക്കത് ലഭിക്കുക. അതൊക്കെ ഞങ്ങൾ ഇത് കൊടുത്തു കഴിയുമ്പോൾ സീവീഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട്. സീവീഡ് എന്ന് പറഞ്ഞാൽ സീവീഡ് കൊടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ആ ചെടികൾക്ക് കിട്ടാനുള്ള എല്ലാ സാധനം, അതുപോലെ തന്നെ അത് ഫ്ലവറിങ്ങിനായിക്കോട്ടെ, അതുപോലെ തന്നെ നമുക്ക് ഗ്രോത്തിനായിക്കോട്ടെ ഭയങ്കര വിലയല്ലേ. നമ്മൾ വളരെ വരുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ വെളിയിൽ നിന്ന് വാങ്ങിച്ച കർഷകർക്ക് വെറും 200 ലിറ്റർ കലക്കാൻ വേണ്ടി വെറും 200 രൂപയുടെ ആവശ്യമേ ഉള്ളൂ.
അത് ഇപ്പം ഫൾവിക്ക് കൊടുക്കുമ്പോൾ ഫൾവിക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫൾവിക്കാണ് സെല്ലിന്റെ ഡിവിഷനെ കൂട്ടുന്നത്. കാരണം ചെടികളുടെ ഈ ഇലകളുടെ ഇപ്പം നമുക്കറിയാം ഇലകൾക്ക് വലിപ്പം കൂടിയാൽ മാത്രമേ ഉള്ളൂ ഫോട്ടോസിന്തസിസ് നടക്കുള്ളൂ. അപ്പൊ ആഹാരം പാചകം ചെയ്യുന്ന ഈ ഇലകൾ വലിച്ചെടുക്കുന്ന സൂര്യപ്രകാശം വെച്ച് ആഹാരം പാചകം ചെയ്യുമ്പോൾ ഇലയുടെ വലിപ്പം കൂടുന്നതനുസരിച്ച് നമുക്ക് ഫോട്ടോസിന്തസിസ് നല്ലപോലെ നടക്കും. അപ്പൊ നമുക്കതനുസരിച്ച് നമുക്ക് വിളവ് കൂടുതൽ കിട്ടും. അപ്പൊ ഇല ചെറുതായി കഴിയുമ്പോൾ നമുക്കതിന് ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഫൾവിക്കാണ്. അതൊക്കെ നമുക്ക് വെറും 10-200 രൂപ 200 ലിറ്ററിൽ തന്നെ ആവശ്യമുള്ളൂ. അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. നമ്മൾ എപ്പോഴും കർഷകർക്ക് കൊടുക്കുമ്പോൾ നല്ല പ്രോഡക്റ്റ് കിട്ടാറുണ്ട്. അതെല്ലാം നമ്മൾ വരുത്തി നമ്മൾ ആ കർഷകർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഹുമിക്ക് എന്ന് പറഞ്ഞാൽ ഹുമിക്ക് ഒരു ബഫർ ഏജന്റ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. കാരണം pH-ന് വേരിയേഷൻ ഉണ്ടെങ്കിൽ അതിനെ ഇപ്പം ബാലൻസിങ് നടത്തും. പിന്നെ വേറൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്കിതിന്റെ അവിടെ നിൽക്കുന്ന ആ വേരുകളൊന്നും അല്ല വളം വലിക്കുന്ന എപ്പോഴും ഇതിന്റെ സൈഡിൽ കൂടെയുള്ള നാര് വേരുകളാണ് വളം വലിക്കുന്നത്. അപ്പൊ ഈ നാര് വേരുകൾ ധാരാളമായിട്ട് ഈ ഹുമിക്ക് ഉപയോഗിച്ച് കഴിയുമ്പോൾ പൊട്ടും. അപ്പൊ നമുക്ക് മണ്ണിൽ പെട്ട് വളങ്ങൾ വലിച്ചെടുക്കും. പിന്നെ അതുപോലെ ഇപ്പം ഞങ്ങൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർഷകർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാ കൃഷി വിദഗ്ധന്മാരും പറയുന്ന കാര്യം, നമ്മുടെ മണ്ണിൽ മഴ കൂടി pH തെറ്റി രാസവളത്തിന്റെ അമിത പ്രയോഗം മൂലം ഒക്കെ നമ്മുടെ മണ്ണിൽ മൈക്രോബ്സ് ഇല്ല, ജീവാണുക്കളില്ല. കാരണം നമ്മൾ എന്തൊക്കെ ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞാലും ഈ ജീവാണുക്കളാണ് ഈ വളത്തെ മാറ്റി ചെടികൾക്ക് എടുക്കാൻ കൊടുക്കുന്നത്. അപ്പൊ ജീവാണുക്കളുടെ അഭാവം ഉള്ളപ്പോൾ നമ്മൾ ഇത് കൊടുത്താലും കാര്യമില്ല. കൊടുത്തെന്ന് പറഞ്ഞാലും അത് പൂർണ്ണമായിട്ടൊന്നും ചെടികൾക്ക്. അപ്പൊ ഈ ജീവാണു വളം ഉപയോഗിക്കുമ്പം നമ്മളൊരു 50% വരെ നമുക്ക് ഈ വളപ്രയോഗത്തിൽ നമുക്ക് കുറവ് വരുത്താം. അതാണ് പഴയ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ജീവാണു വളമായിട്ട് നൈട്രജന്റെ 2 ബാക്ടീരിയകളുണ്ട്. അസറ്റോബാക്ടർ, അസോസ്പെറൽ എന്ന് പറയും. നമുക്കറിയാം അന്തരീക്ഷത്തിൽ 80% ബാക്ടീരിയകളുണ്ട്. നൈട്രജൻ ഉണ്ട്. ആ നൈട്രജൻ വലിച്ചെടുത്ത് ചെടികൾക്ക് കൊടുക്കുന്ന ഈ ജീവാണുക്കളാണ്. അപ്പൊ ഈ ജീവാണുക്കൾ മണ്ണിൽ ഉണ്ടെങ്കിലേ ഉള്ള പ്രവർത്തനം നടക്കുള്ളൂ. അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നൈട്രജനെ കുറിച്ച് നമുക്ക് യാതൊന്നും ചിന്തിക്കാൻ കാര്യമില്ല. അപ്പൊ നമ്മൾ ഒരേ ഒരു പ്രാവശ്യം നൈട്രജൻ മണ്ണിൽ കൊടുത്താൽ മതി. അപ്പം മണ്ണിൽ കിടക്കുന്ന മറ്റ് ഇതിനെ നൈട്രജൻ ഒന്ന് വലിച്ചെടുക്കുന്നു. നമുക്കറിയാം മഴയിലൂടെ ഇടിമിന്നലിലൂടെ വരുന്നതും അന്തരീക്ഷത്തിലുണ്ടല്ലോ ഉണ്ട്. അതെടുത്ത് ചെടികൾക്ക് കൊടുക്കും. രണ്ടാമത് മണ്ണിൽ കിടക്കുന്നതിനെ അത് വലിച്ചെടുത്ത് ചെടികൾക്ക് കൊടുക്കും. പിന്നെ ആ കൂട്ടത്തിൽ ഞങ്ങൾ പൊട്ടാസ്യത്തിന്റെ ബാക്ടീരിയ കൊടുക്കും, ജീവാണുവിനെ കൊടുക്കും. മണ്ണിൽ കിടക്കുന്ന പൊട്ടാസ്യത്തെ അത് വലിച്ച് ചെടികൾക്ക് കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ മണ്ണിലാണേലും ഇങ്ങനെ അലയമായിട്ട് കിടക്കുന്ന പൊട്ടാസ്യത്തിനെയൊക്കെ മാറ്റി ചെടികൾക്ക് കൊടുക്കും. പിന്നെ ഫോസ്ഫറസും ബാക്ടീരിയ ജീവാണുകളോ ഇതെല്ലാം മൈക്രോബ്സ് നമ്മൾ മണ്ണിൽ കൊടുക്കുക. അതുപോലെ തന്നെ വാം ചേർക്കും. വാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികളുടെ വേര് വളർച്ച ഏറ്റവും സഹായിക്കുന്നു. അത് മാത്രമല്ല വേനൽക്കാലത്തൊക്കെ ഇതൊക്കെ നമുക്ക് ചെടിക്ക് തളിച്ചു കൊടുക്കാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ ചോട്ടിൽ ഒഴിച്ചാൽ കൊടുക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ ചോട്ടിൽ ഒഴിച്ചാൽ കൊടുക്കണം. അപ്പൊ ഈ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ വാമിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേര് വളർച്ചയെ സഹായിക്കും. അതുപോലെ തന്നെ വേനൽക്കാലത്താണ് ഏറ്റവും സഹായകരം. ഇപ്പൊ കൃഷി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട് വേനൽക്കാലത്ത് എന്ത് നട്ടാലും വാം ഇട്ടിട്ട് നടാൻ പറയും. മണ്ണിൽ എവിടെയെങ്കിലും ശകലം ജലാംശം കിടപ്പുണ്ടെങ്കിൽ ഇത് വേരുകൾക്ക്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വേരുകേടിന് നല്ല, കാരണം ഇതതിന്റെ മുകളിൽ ഒരു കവറിങ്. നല്ല വാം എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നല്ല വാം എന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങൾ എങ്ങനെ തരുന്നത്? ഞങ്ങൾ പൊടിയാണോ? അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള നല്ല ലാബുകളുണ്ട്. ആ ലാബിൽ പോയി നമ്മൾ പറഞ്ഞു തന്നെ നമുക്ക് നമ്മുടെ കർഷകന്റെ ആവശ്യം പറഞ്ഞു. അപ്പൊ നമ്മൾ കർഷകരോട് പറയും നമ്മൾ ഇന്ന വില, അതൊന്നും വലിയ വില. ഇപ്പൊ നമുക്കിപ്പോ 200 ലിറ്റർ കലക്കാൻ ഒരു 250 രൂപയുടെ വരുള്ളൂ. ഞങ്ങളുടെ ഒരു പ്രത്യേകത അപ്പാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഏത് കൊണ്ട് ടെസ്റ്റ് ചെയ്തോളാൻ പറയും. അപ്പൊ നമ്മൾ ഈ സമയത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വേനൽക്കാലത്ത് നമ്മൾ കൊടുക്കുമ്പോൾ ലിക്വിഡ് ഫോമിലാണ് വാം ഇതിനകത്ത് ചേർക്കുന്നത്. കാരണം വലിച്ചെടുക്കാനുള്ള സൗകര്യത്തിൽ. മഴക്കാലം ആകുമ്പോഴാണ് നമ്മൾ പൊടി രൂപത്തിൽ കൊടുക്കും. പിന്നെ ആ കൂടെ ഞങ്ങൾ ബാസിലസ് സബ്സ്റ്റിൽസ് എന്ന് പറഞ്ഞ ജീവാണു ചേർക്കും, മൈക്രോറൈസ്. അപ്പൊ ഇതെല്ലാം സംയുക്തമായിട്ട് നമ്മൾ ആ കൂടെ കുറച്ച് സീവീഡും ഹുമിക്കും ഫൾവിക്കും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ മണ്ണിനെ മാറ്റിയെടുക്കുന്നതിൽ 50% നമ്മൾ വിജയിച്ചു. അപ്പം മണ്ണിലാണ് എല്ലാ സംഗതികളും ശരിയാ. ഇപ്പൊ നമുക്കറിയാം കീടങ്ങൾ ഉണ്ടാകുന്ന pH തെറ്റുമ്പോഴാണ് മണ്ണിൽ കീടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം മണ്ണിനെ നന്നാക്കി എടുത്തു കഴിയുമ്പോൾ നമ്മൾ പകുതി വിജയിച്ചു. പിന്നെ നമ്മൾ ആ ചെടികൾക്കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രോഡക്റ്റുകളെല്ലാം നമ്മൾ ബയോസ്റ്റിമുലന്റുകളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. കാരണം കെമിക്കൽ എന്നുള്ള മാറി ഇപ്പൊ ലോകം മുഴുവൻ ബയോസ്റ്റിമുലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ബയോസ്റ്റിമുലിന് കൊടുക്കുമ്പോൾ നാനോയാണ് വളരെ കുറച്ച് കൊടുത്താൽ മതി, ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റും, നമുക്ക് നല്ല റിസൾട്ട്. ഇതിന് ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃഷി ചെലവ് പകുതിയായിട്ട് കുറയ്ക്കാനും പറ്റും. നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് നമുക്ക് ഏറ്റവും ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഈ വർഷം അല്ലെങ്കിൽ കുറെ വളം ചെയ്തു,
നമുക്ക് വിളവ് കിട്ടി, അടുത്ത വർഷം വിളവ് കുറഞ്ഞു. അങ്ങനെയല്ല, നമുക്ക് ഓരോ വർഷം കഴിയും തോറും വിളവ് നമ്മളൊരു ഉൽപ്പാദനം continuous ആയിട്ട് കൂടിക്കൊണ്ടിരിക്കണം. ഒരു 2-3 വർഷം ഒരു കർഷകൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന വളം പകുതി വളം കൊടുത്താൽ മതി, കർഷകന് ഇരട്ടി വിളവും ലഭിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ഇപ്പം നമുക്ക് ഞാനൊക്കെ കണ്ട എനിക്കിപ്പോൾ ഒരു 50ഓളം സ്ഥിരമായിട്ടുള്ള കർഷകരുണ്ട്. അത് ഫലവൃക്ഷ കൃഷി ചെയ്യുന്നവരുണ്ട്, തെങ്ങുണ്ട്, കുരുമുളകിന്റെ ആൾക്കാരുണ്ട്. പക്ഷെ അവരുടെയൊക്കെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അമ്പരപ്പിക്കുന്ന റിസൾട്ടാണ് നമുക്ക്. കാരണം അവരെല്ലാം വളരെ സംതൃപ്തരാണ്. കാരണം ഇത് ചെയ്യുമ്പം മണ്ണിൽ ഇങ്ങനെ വന്നു കഴിയുമ്പം നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടല്ലോ, കാലാവസ്ഥാ വ്യതിയാനവും നമ്മുടെ ചെടികളെ അധികം ബാധിക്കില്ല. കാരണം മണ്ണിൻ്റെ അകത്ത് നല്ലപോലെ എറേഷൻ ഉണ്ടാകും. ചെടികൾക്ക് ഈ വെള്ളം വലിച്ചു വെക്കാൻ ഇതെല്ലാം നടന്നു കഴിയുമ്പോൾ വായുസഞ്ചാരം നല്ലതുപോലെയൊക്കെ ആയി കഴിയുമ്പം നമ്മുടെ ഈ വേനലുകളൊന്നും നമുക്ക് ഈ സ്ട്രെസ്സുകളൊന്നും ഇതിനെ അങ്ങനെ ബാധിക്കില്ല. ഇപ്പം നമുക്ക് വന്നിരിക്കുന്ന കുഴപ്പമെന്ന് വെച്ചാൽ ഇത്തരം ബയോസ്റ്റിമുലന്റുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാതെ പോയതുകൊണ്ടാണ് നമ്മുടെ ചെടികൾക്ക് നാരുകെട്ടി കുറഞ്ഞു. അതിന്റെ ഇലയിൽ ഇപ്പം ഞാൻ പറഞ്ഞത് നമ്മൾ ഫൾവിക് ഉപയോഗിക്കുമ്പോൾ സെൽ ഡിവിഷൻ കൂടുക മാത്രമല്ല, കരിച്ചില് ഉണക്കിന്റെയാണ്. ഇത് ഒരു പരിധി വരെ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പം നമുക്ക് ഈ കരിച്ചിലിനൊക്കെ കുറവുണ്ടാകും. പിന്നെ ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ ഇലകൾക്ക് കട്ടി കൂടി കഴിയുമ്പം ഈ ചൂട് ഇതിനധികം അടിക്കുകയില്ല. അതുപോലെ ഒരുപാട് മാർഗങ്ങൾ ഇപ്പോൾ ഉണ്ട്. പക്ഷെ കർഷകർക്ക് അത് മനസ്സിലാകത്തുണ്ട്. ഇപ്പൊ ചൂടുകാലത്ത് നമുക്ക് പൊട്ടാസ്യം സിലിക്ക എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഇതിന് അടിച്ചു കൊടുക്കാം. അടിച്ചു കഴിയുമ്പോൾ ഇതിന് കിട്ടാനുള്ള പൊട്ടാസ്യം കൂടെ കിട്ടും. അതുപോലെ തന്നെ അതിന് ഉണക്കിനെ പ്രതിരോധിക്കാനുള്ള ഇത് കിട്ടും. അത് ശരിക്കും എങ്ങനെ എടുക്കുന്നത് ചെടിയ ഇതിന്റെ ഈ ശരിക്കും ഈ ഇല പ്രവർത്തനം എങ്ങനെയാണ്? സൂര്യപ്രകാശം ഈ മുകളിൽ നിന്നും ജലാംശം സൂര്യപ്രകാശം ഈ മുകളിൽ അടിച്ചു കഴിയുമ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഈ ഫോട്ടോസിന്തസിസ് നടന്ന ക്ലോറോഫിൽ നിന്നുള്ള അത് വന്നിട്ട് ആഹാരം പാചകം ചെയ്യുന്നത് ഈ സൂര്യപ്രകാശമാണ് എല്ലാത്തിനും. അപ്പൊ ആ സൂര്യപ്രകാശം ഈ ഇല വലുതായി കഴിയുമ്പോൾ അതനുസരിച്ച് കൂടുതൽ വലിച്ചെടുക്കുന്ന അനുസരിച്ച് നമുക്ക് റിസൾട്ട് കൂടുതൽ കിട്ടും. പിന്നെ ഇതിന് നമ്മൾ ഈ ഫൾവിക്ക് പോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇലയ്ക്ക് നല്ല കട്ടി കിട്ടുക. ഈ കട്ടി കൂടി കഴിയുമ്പം നമുക്കറിയാമല്ലോ, നമുക്ക് ഈ മഴ കൂടുതൽ പെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ കൂടുതൽ വെയിലടിച്ചു കഴിഞ്ഞാലോ ഒക്കെ ഇവർക്ക് ഒരു പരിധി വരെ പിടിച്ചിരിക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ കർഷകരൊക്കെ ആ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. ഇപ്പോഴത്തെ ഒരു പ്രശ്നം ആൾക്കാരെല്ലാരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വളമിടുന്നു. ഇത് ഇപ്പൊ റംബുട്ടാനാണേലും നമ്മൾ ഓവർ വളങ്ങളൊന്നും നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ എപ്പോഴും നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളം കൊടുക്കുമ്പം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. എല്ലാം കൂടെ ഒരുമിച്ച് അപ്പൊ നമ്മൾ ചിലരിപ്പം തൊഴിലാളികളെ കിട്ടാൻ ഒരു ചെടിയിലോട്ട് എത്ര പ്രാവശ്യം നമ്മൾ പോകേണ്ടി വരും? അല്ല, അന്നേരം വേറൊരു കാര്യമുണ്ട്. നമ്മൾ അങ്ങനെ പോകേണ്ടി വന്നാൽ പോലും നമ്മൾ കൊടുക്കുന്ന വളം എന്ന് പറഞ്ഞാൽ ഈ ചെടികൾ കൂടി വന്നാൽ ഒരു മാസത്തിൽ കൂടുതൽ വലിക്കില്ല. അത് മാത്രമല്ല, പിന്നെ ഈ ചെടികൾ ഇതെല്ലാം കൂടി ചേർന്ന പിന്നെ മഴക്കാലത്ത് ഇത് ഒഴുകിപ്പോയി. ഇപ്പൊ പറഞ്ഞ വളങ്ങൾ ഇപ്പൊ നമ്മൾ ഈ ചെടി പുഷ്പിക്കുന്ന മുമ്പുള്ള വളങ്ങൾ ഇതാര് പറഞ്ഞത് പല ടൈപ്പ് പറഞ്ഞു. ഇതെല്ലാം കൂടെ എങ്ങനെ എത്ര ഈ ഗ്യാപ്പിനുള്ളിൽ എങ്ങനെ ചെയ്യും? അല്ല, ഗ്യാപ്പിനുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൂണിങ് നടത്തി pH-നുള്ള ഇട്ടു. പിന്നെ നമ്മൾ ആട്ടിൻ കാഷ്ടവും ഇട്ട് അല്ലെങ്കിൽ ചാണകപ്പൊടിയോ ഉപയോഗിച്ചു. അതിനുശേഷം NPK കൊടുത്തു. അടുത്ത ഒരു 15 ദിവസം കഴിയുമ്പം മൈക്രോ ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത്. ആ സമയത്ത് മൈക്രോ ന്യൂട്രിയൻസ് അടിച്ചു കൊടുക്കുകയല്ല ചെയ്യുന്നത്. മൈക്രോ ഫുഡ് കൊടുത്തു. ഇപ്പം നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ കൊടുക്കുന്നത് വെച്ചാൽ സിലിക്ക ബേസ് ചെയ്ത മൈക്രോ ഫുഡാണ് കൊടുക്കുന്നത്. ഈ സിലിക്ക ബേസ് ചെയ്ത മൈക്രോ ഫുഡിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ മാറിയ സിലിക്ക വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മനസ്സിലായില്ല. സിലിക്കായ മണ്ണില് സിലിക്ക നമുക്ക് വളരെ കുറഞ്ഞു ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ മാറ്റം കൊന്ന്. ഞങ്ങൾ അത് നമുക്ക് ചെടികളിൽ നമുക്കറിയാം. ചെടിയുടെ വളർച്ചയെ മണ്ണ് പരിശോധിക്കുമ്പോഴൊക്കെ എന്ന് പറയാം. അപ്പൊ ഞങ്ങൾ കൊടുക്കുന്ന മോളാർ എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അഗ്രി സെർച്ചിന്റെ മോളാർ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ആണ്. അത് നമുക്കറിയാം KVKയിലെ സുരേഷ് സാർ ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അത് മൈക്രോ ഫുഡ് എന്ന് പറഞ്ഞാൽ എല്ലാം ഇതുകൊണ്ട് നല്ല സിലിക്ക ബേസ് ചെയ്ത് വരുന്നത് കൊണ്ട് അത് നമ്മൾ ചോട്ടില് ഒഴിച്ചു കൊടുക്കും. അത് അത് നമുക്ക് 1 കിലോ 200 ലിറ്റർ കലക്കിയാൽ മതി. 1 കിലോ 200 ലിറ്റർ കലക്കിയിട്ട് ഒരു 6 ലിറ്റർ വെച്ച് നമ്മൾ ചോട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ 6 ലിറ്റർ വെച്ച് വലിയ ചെടിക്കും. അതിപ്പം നമുക്ക് 10 കിലോ വാങ്ങിക്കാൻ നമുക്ക് ഒരു 1000 രൂപയൊക്കെ നമുക്കതിന് ചെലവ് വരുന്നുള്ളൂ 10 കിലോയ്ക്ക്. അത് ചോട്ടിൽ കൊടുത്ത് മൈക്രോ ഫുഡ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഈ MOP കൊടുക്കും. MOP കൊടുക്കുന്നത് നമ്മൾ ഗ്രാനുകൾ രൂപത്തിലുള്ള ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ മഴക്കാലത്ത് അവൻ കുറേശ്ശെ അലിഞ്ഞ് ചെടികൾ വലിച്ചെടുക്കും. പിന്നെ കൊടുക്കുന്നത് നമ്മൾ MOP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോറേറ്റ് പൊട്ടാഷ് എന്ന് പറഞ്ഞത്. അപ്പൊ ആ പൊട്ടാഷ് കിട്ടാൻ വേണ്ടി, കാരണം പൊട്ടാഷ് ആണ് നമ്മുടെ ഈ കായ്ക്കാനുള്ളതും ചെടികളെ വളർച്ചയ്ക്ക് പൂവിന്റെ സമയത്തുള്ള. അത് മാത്രമല്ല, പൊട്ടാഷിന് ഒത്തിരി കാര്യമാണ്. പൊട്ടാഷ് ഒന്ന് രോഗപ്രതിരോധത്തിന് അത്യാവശ്യമാണ്. രണ്ടാമത് ഇതിന്റെ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. പിന്നെ കായ്കൾ ഉണ്ടാകാനായിട്ട്, കായ്കൾക്ക് വലിപ്പം വെക്കാൻ. അതുമാത്രമല്ല, ഈ നമ്മുടെ ഇതിന്റെ ഈ മധുരത്തെ വരെ പൊട്ടാഷ് സ്വാധീനിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ പൊട്ടാഷിന്റെ കുറവുണ്ടെങ്കിൽ പോലും ആ മധുരം നൽകാൻ വരെ
പൊട്ടാഷിന്റെ കഴിവുണ്ട്. അതുകൊണ്ടാണ് പൊട്ടാഷിന് നമ്മൾ എപ്പോഴും പ്രാധാന്യം പ്രാധാന്യം കൊടുക്കണം പറയുന്നത്. അത് ഏതിനും. അപ്പൊ പൊട്ടാഷ് ഒക്കെ കൊടുക്കുമ്പോഴും നമ്മൾ ഈ മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഈ മൈക്രോ എന്ന് പറയുമ്പോൾ മൈക്രോ എന്ന് പറയുന്ന പോലെ തന്നെ വളരെ കുറച്ച് കൊടുത്താൽ മതി. പക്ഷെ വളരെ മൈന്യൂട്ട് അതിനായിട്ട് കിട്ടണം. ഇപ്പൊ ഏത് സാധനമാണെങ്കിലും കിട്ടിയില്ലെങ്കിൽ അതിപ്പോ സിങ്ക് എന്ന് പറഞ്ഞാൽ പഴച്ചെടികൾക്ക് വളരെ ആവശ്യമാണ്. ഇതെല്ലാം നമ്മൾ മൈക്രോ ആയിട്ടാണ് കൊടുക്കുന്നത്. ഈ സിങ്കിനെ കുറിച്ച് പറഞ്ഞില്ല. സിങ്ക് എങ്ങനെ പച്ചടിക്ക് ആവശ്യം? സിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പഴച്ചെടികളുടെ ഈ ഫോം ചെയ്യാൻ, അവർക്ക് മധുരം വെക്കാൻ, വലിപ്പം വെക്കാൻ, അതുപോലെ സിങ്ക് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് എല്ലാ പഴങ്ങളിലും. പഴങ്ങളിലുള്ള നമുക്കിപ്പോൾ അറിയാം, നമ്മൾ പഴങ്ങൾ കഴിക്കുന്ന എന്തിനാ? ഇപ്പം നമ്മൾ പറയും ഏത്തപ്പഴം കഴിക്കുന്നത് എന്തിനാ? പൊട്ടാഷ് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ്. പൊട്ടാഷ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ BP കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ പൊട്ടാഷ് ശരിക്കും ചോട്ടി കൊടുക്കാതെ ഇല്ലാതെ പൊട്ടാഷ് നമ്മൾ കഴിക്കുന്ന പഴത്ത് ചിലപ്പം കാണണമെന്നില്ല. കാരണം ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ രീതിയിൽ ഈ കാലം മാറി. ഇപ്പം നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ വൈറ്റമിൻസിന്റെ തോതനുസരിച്ചാണ് അവർ റേറ്റ് പോലും പറയുന്നത്, പഴങ്ങളുടെ റേറ്റ് പോലും പറയുന്നത്. ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറഞ്ഞ രീതിയിലേക്ക് പോലും ലോകം മാറി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെഡിസിന് പകരമായിട്ട് നമ്മളിപ്പോൾ ഏതാണ് നമ്മുടെ ന്യൂട്രിയൻസ്, പൊട്ടാഷ് കുറവാണെങ്കിൽ അങ്ങനെ ഓരോന്നും ഉള്ള പഴങ്ങൾ കഴിക്കാനാണ്. ആ ഫങ്ഷണൽ മെഡിസിൻ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പഴങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും പ്രസക്തികളും നമുക്ക് വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.